എൻ്റെ ഉറവിടമല്ലേ, നീ എൻ്റെ മറവിടമല്ലേ, നീ എൻ്റെ ഉറവിടമല്ലേ, നീ എൻ്റെ മറവിടമല്ലേ. ആദ്യനും അന്ത്യനും നീ, അത്ഭുതമന്ത്രിയും നീ, ആദ്യനും അന്ത്യനും നീ, അത്ഭുതമന്ത്രിയും നീ, നീ എൻ്റെ ഉപനിധിയല്ലേ, നീ എൻ്റെ പ്രതിഫലമല്ലേ, നീ എൻ്റെ ഉപനിധിയല്ലേ, നീ എൻ്റെ പ്രതിഫലമല്ലേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യമാണ്. കേട്ടെ. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുവിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ആമേൻ. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമം എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. എന്ത് കെയറിങ് അല്ലേ നമ്മളെ കുറിച്ച് ദൈവത്തിന്. ലോകത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ യേശുവിനല്ലാതെ ആർക്കാ പറ്റുന്നത്? നമ്മളുടെ തലയിലെ ഒരു മുടി പോലും അതിന് ഇത്ര മുടി എന്നതിന് എണ്ണിയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലും താഴെ വീഴുന്നെങ്കിൽ കർത്താവ് അറിയണം. താഴെ അടുത്തൊരു വാക്കോട് പറയേണ്ടത്, ആമേൻ, ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ഭയങ്കര വിശേഷതയുള്ള വ്യക്തികളാണ്. വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. കർത്താവിൻ്റെ കൺകളിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മുടി പോലും, ആമേൻ, കർത്താവിൻ്റെ കൺമുൻപിലുണ്ട്. ഇത്രയ്ക്കും നിങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന വേറെ ആരും ലോകത്തിലില്ല. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ് കേട്ടോ. ജീവിതത്തിനകത്ത് കടന്നു കൂടിയ പ്രതിസന്ധികളുടെ നടുവിൽ ഈ നാളുകളായിട്ട് കയറിക്കൂടിയ ഭയങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. സുരക്ഷിത ബോധമില്ലാത്തൊരവസ്ഥയിലൂടെ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോവുകയാണ്. ഒരിടത്ത് നോക്കിയാലും നിങ്ങൾ സേഫ് അല്ലെന്നൊരു ചിന്ത വരുന്നുണ്ട്. എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, ധൈര്യപ്പെടുക, നിങ്ങൾ സുരക്ഷിതരാണ്. ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല, ഒരു വ്യക്തിക്ക് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ നിങ്ങളെ ഏശാതെ നിങ്ങൾ പുറത്തു വരും. നിങ്ങളുടെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കും. ഭയപ്പെടേണ്ട, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. എന്തോ അങ്ങനത്തെ ഒരു ദൂത് കർത്താവ് ഇന്ന് എനിക്ക് തരുന്നു. നിങ്ങളൊരു വിശേഷതയുള്ളവരാണ്. അബ്രഹാമിനെ ദൈവം ഒരു കാലഘട്ടത്തിൽ വിശേഷതയുള്ളവനായി കണ്ടു. നോഹയെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വിശേഷതയുള്ളവനായി കണ്ടു. ഏലിയാവിനൊരു കാലഘട്ടത്തിൽ ദൈവം വിശേഷതയുള്ളവനായി കണ്ടു. ദാവീദിനെ, ദാനിയേലിനെ ഒക്കെ ദൈവം ഒരു കാലഘട്ടത്തിൽ വിശേഷതയുള്ളവരായി കണ്ടു. പിന്നെ പറയുന്നൊരു പേര് നിങ്ങളുടെ പേര്. ഭയപ്പെടേണ്ട, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. സാധാരണ വ്യക്തികളുടെ കൂട്ടത്തിൽ നിങ്ങളെ പെടുത്തിയിട്ടില്ല. പാസ്റ്ററെ, അതെന്താ തെളിവ്? ഈ ദൂത് നിങ്ങൾ കേൾക്കുന്നതാണ് തെളിവ്. ഇതിപ്പം 10 ലക്ഷം പേരൊന്നും കാണുന്നില്ലല്ലോ. ഈ ഭൂമിയിൽ 800 കോടി ജനമുണ്ടായിട്ട് നിങ്ങളല്ലേ കാണുന്നുള്ളൂ. അതെന്താ ഇത്രയും മീഡിയ, സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായിട്ടും
ഈ ദൂത് നിങ്ങളെ തേടി വന്നത് എങ്ങനെയാ? നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഈ ദൂത് വന്നത് എന്താ? പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നതാ. ഒരു കാര്യം പറയാൻ, ഭയപ്പെടണ്ടെന്ന് പറയാൻ. വേറൊരു കാര്യം പറയാൻ, സുരക്ഷിതരാണെന്ന് പറയാൻ. മറ്റൊരു കാര്യം പറയാൻ, നിങ്ങൾ വിശേഷതയുള്ളവരാണെന്ന് പറയാൻ. യെസ്, ധൈര്യമായിരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിശേഷതയുള്ളവരാണെന്നും സുരക്ഷിതരാണെന്നും ഭയപ്പെടേണ്ടെന്നും തിരിച്ചറിയുന്ന അളവിൽ ചില അത്ഭുതങ്ങൾ ഇന്ന് കർത്താവ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ കണ്ണുമടച്ച് വിശ്വസിക്കുക. ഈ ദൂതനെ ആമേൻ പറയുക. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ വിലയേറിയവരെ കാണുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവെ. യേശുവേ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇവരുടെ ജീവിതത്തിലെ ചെറിയ കാര്യത്തെ പോലും പരിശുദ്ധാത്മാവെ അങ്ങ് കാണുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ഇവരങ്ങ് ഏറ്റവും വിലയേറിയവരും ഏറ്റവും ബഹുമാനിക്കപ്പെട്ടവരും മാനീയരുമായി അങ്ങ് സ്നേഹിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ യേശുവെ, ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ ഭാവിയോർത്തുള്ള എല്ലാ ഭയങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തലമുറകളെ ഓർത്തുള്ള ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. സാമ്പത്തികത്തെ കുറിച്ചുള്ള ഭയം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഇന്ന് അവർക്ക് നൽകിയ ഉറപ്പിനായി സ്തോത്രം. അവർ വിശേഷതയുള്ളവരാണെന്നും അവർ വിലപ്പെട്ടവരാണെന്നും അവർ ഭയപ്പെടുവാൻ ഒരു കാരണവും ഇല്ലെന്നും കർത്താവ് അവർക്ക് കൊടുത്ത ഉറപ്പിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചില അത്ഭുതങ്ങളിലൂടെ അവർ കടന്നു പോകുമെന്നും അവരെ തകർക്കുന്ന പ്രശ്നങ്ങളുടെ മുൻപിൽ ഒരു പോറൽ പോലും ഇല്ലാതെ അവരുടെ മുടികൾ പോലും എണ്ണപ്പെട്ടതാകയാൽ അവർ കാക്കപ്പെടുമെന്നും കർത്താവ് പറഞ്ഞതിനായി സ്തോത്രം. കർത്താവെ, ആ രോഗത്തിൽ നിന്ന് പുറത്തു വരട്ടെ, ആ കടത്തിൽ നിന്ന് പുറത്തു വരട്ടെ, ആ മാനുഷിക ഉപദ്രവങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. പ്രത്യേകിച്ച് ചില പൈശാചിക ആക്രമണത്തിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ വചനത്തിൻ്റെ കൂടെ അത്ഭുതത്തിൻ്റെ ശക്തിയും യേശുവിലൂടെ വെളിപ്പെടുന്ന അത്ഭുതത്തിൻ്റെ ശക്തിയും ഈ വ്യക്തിയെ സ്വതന്ത്രമാക്കുന്നതിനായി സ്തോത്രം. അവരെ വലിഞ്ഞു മുറുകി വെച്ചിരിക്കുന്ന പൈശാചികമായ ചിന്തകൾ, ആകുലങ്ങൾ, ബന്ധനങ്ങളെ പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് കൂടെയുണ്ട്. സുരക്ഷിതരായിരിക്കുക. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടിരിക്കുന്നു. നിങ്ങളൊരു വിശേഷതയുള്ളവരാണ്. ഗോഡ് ബ്ലെസ് യു. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.